മറ്റൊരു രാഷ്ട്രീയ വാർത്തയിലേക്ക് നമ്മൾ വരികയാണ്. പൂഞ്ഞാർ പിടിക്കാൻ PC ജോർജിനെ കളത്തിലിറക്കാൻ ഇക്കുറി BJP സജ്ജമാവുകയാണ്. മത്സരിക്കാൻ താല്പര്യമുണ്ടെന്ന് PC ജോർജ് നിലപാട് BJP നേതൃത്വത്തെ അറിയിച്ചു കഴിഞ്ഞു. ഈ നിലപാട് അംഗീകരിച്ചുകൊണ്ട് ജോർജിനെ കളത്തിലിറക്കാനാണ് നീക്കം. കഴിഞ്ഞ തവണ സ്വതന്ത്രനായി അദ്ദേഹം പൂഞ്ഞാറിൽ മത്സരിച്ചെങ്കിലും രണ്ടാം സ്ഥാനത്ത് എത്താനേ ജോർജിന് കഴിഞ്ഞിരുന്നുള്ളൂ. ഇക്കുറി പാലായിൽ ഷോൺ ജോർജ് സ്ഥാനാർത്ഥിയാകുമെന്ന് ഏറെക്കുറെ ഉറപ്പായതോടെ അടുത്ത മണ്ഡലമായ പൂഞ്ഞാറിലും പിതാവ് PC ജോർജിനെ കളത്തിലിറക്കിയുള്ള ഒരു രാഷ്ട്രീയ പോരിനാണ് BJPയുടെ ലക്ഷ്യം. അത്തരമൊരു നീക്കം കൂടിയാണ് നടക്കുന്നതെന്ന പ്രത്യേകതയുമുണ്ട്. എന്താണ് ഈ രാഷ്ട്രീയം? PC ജോർജിനെ പോലെയുള്ള കേരള രാഷ്ട്രീയത്തിൽ സുപരിചിതനായ ദീർഘനാളുകൾ MLA ആയ ഒരു വ്യക്തി വീണ്ടും കളത്തിലിറങ്ങുമ്പോൾ ഉണ്ട് രാഷ്ട്രീയ ചിത്രം വിശദമായി നോക്കാം. ശ്രീജിത്ത് ചേരുന്നുണ്ട്. ശ്രീജിത്ത്, PC ജോർജ് ഇനി തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് ഉണ്ടാകുമോ ഇല്ലയോ? ഇതൊരു സംശയമുള്ള കാര്യമായിരുന്നു. ഷോൺ ജോർജ് പിതാവിൻ്റെ സ്ഥാനം ഏറ്റെടുത്തുകൊണ്ട് പൂഞ്ഞാറിൽ മത്സരിക്കുമെന്ന സൂചനയുണ്ടായിരുന്നു. പക്ഷേ ഇത് PC ജോർജിനെ കളത്തിലിറക്കുക എന്നത് ഒരു BJPയുടെ നിർദ്ദേശമാണോ അതോ PC ജോർജിൻ്റെ താല്പര്യമാണോ? എന്താണ് ജോർജ് കളത്തിലിറങ്ങുമ്പോൾ ഉണ്ടാകുന്ന രാഷ്ട്രീയ ചിത്രം? സജിത്ത്, ഇത് രണ്ടുമുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ ഏറ്റവും ആദ്യം അതിൽ താല്പര്യം പ്രകടിപ്പിച്ച് പരസ്യമായി പ്രതികരിച്ചത് PC ജോർജ് ആയിരുന്നു. തനിക്ക് പൂഞ്ഞാറിൽ വീണ്ടും മത്സരിക്കാൻ താല്പര്യമുണ്ട്, ഇക്കാര്യം പാർട്ടി നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട് എന്നാണ് അദ്ദേഹം ആദ്യം തന്നെ വ്യക്തമാക്കിയിരുന്നത്. എന്തായാലും ആ ഒരു നിലപാടിനോട് BJP നേതൃത്വത്തിന്റെ ഒരു പ്രതികരണം ഇതുവരെയും വന്നിരുന്നില്ല. പക്ഷേ ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭ്യമാകുന്ന വിവരമനുസരിച്ച് BJP ഇതിനോട് അനുകൂലമായി പ്രതികരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. PC ജോർജ്, ഷോൺ ജോർജ് മത്സരരംഗത്തുള്ളത് കൊണ്ട് തന്നെ PC ജോർജിനെ കൂടി മത്സരിപ്പിക്കണോ എന്ന തരത്തിലുള്ള ആലോചനകൾ ഉണ്ടായിരുന്നു. മാത്രമല്ല, പൂഞ്ഞാർ അങ്ങനെ പിടിച്ചെടുക്കുക, PC ജോർജ് കാലങ്ങളായി വിജയിച്ചിട്ടുള്ള മണ്ഡലമാണെങ്കിൽ പോലും ഈരാറ്റുപേട്ടയിലെ അടക്കം മുസ്ലിം ജനവിഭാഗവുമായിട്ടുള്ള ഒരു എതിർപ്പ് അത് PC ജോർജിന് തിരിച്ചടിയാകുന്നതാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കണ്ടത്. അതുകൊണ്ട് തന്നെ ജോർജിനെ കൂടി ഇറങ്ങിയാൽ ഷോൺ ജോർജിന്റെ കൂടി സാധ്യത അത് പാലായിൽ മത്സരിക്കുമ്പോൾ അതിന്റെ ഒരു ഫോക്കസ് മാറുമോ എന്നൊക്കെയുള്ള പലതരത്തിലുള്ള ചർച്ചകളാണ് നടന്നുകൊണ്ടിരുന്നത്. എന്തായാലും ഏറ്റവും ഒടുവിൽ ജോർജിനെ മത്സരിപ്പിക്കാം എന്ന തീരുമാനത്തിലേക്ക് BJP നേതൃത്വം എത്തുന്നു എന്നുള്ളതാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഈ BJPയുടെ ക്രൈസ്തവ മുഖങ്ങളിൽ ഏറ്റവും സീനിയർ ആയിട്ടുള്ള പാർലമെന്ററി പൊളിറ്റിക്സിൽ ഏറ്റവും അനുഭവ സമ്പത്തുള്ള ഒരു നേതാവ് തന്നെയാണ് PC ജോർജ്. കേരള കോൺഗ്രസിന്റെ ഭാഗമായിരുന്നു. എന്നിരുന്നാൽ തന്നെയും ഒരു സഭകളുമായൊക്കെ വലിയ ബന്ധമുള്ള ഒരു നേതാവ് കൂടിയാണ്. മാത്രമല്ല, കഴിഞ്ഞ തവണ സ്വതന്ത്രനായി മത്സരിച്ചപ്പോൾ പോലും ഏതാണ്ട് 41,000-ൽ പരം വോട്ടുകൾ PC ജോർജിന് പിടിക്കാനായി. തോറ്റത് ഏതാണ്ട് ഒരു 16,000-ഓളം വോട്ടുകൾക്ക് മാത്രമാണ് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച് ക്രൈസ്തവ വോട്ടുകളിൽ കൂടുതലായി കടന്നു ചെല്ലാൻ കഴിഞ്ഞാൽ അത് ഒരു പക്ഷേ ഒരു ഘട്ടത്തിൽ വിജയത്തിലേക്ക് പോലും നയിക്കാമെന്ന കണക്കുകൂട്ടലുണ്ട്. ഇനി വിജയം ഉണ്ടായില്ലെങ്കിൽ പോലും മധ്യ കേരളത്തിലെ ഒരു പ്രധാന ശ്രദ്ധാകേന്ദ്രമായി പൂഞ്ഞാറിനെ മാറ്റിയെടുക്കുക, കോട്ടയം ജില്ലയുടെ പൂഞ്ഞാറും പാലയും ഒക്കെ മാറ്റിയെടുക്കുക എന്ന രാഷ്ട്രീയ തന്ത്രം പോലും BJPയെ സംബന്ധിച്ചുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മാത്രമല്ല, PC ജോർജ് തന്നെ പരസ്യമായ ഒരു അഭിപ്രായം, മത്സരിക്കാൻ ആഗ്രഹമുണ്ട് എന്ന അഭിപ്രായം പറഞ്ഞ ശേഷം സീറ്റ് നിഷേധിക്കുന്നത് അത് ശരിയാകില്ല എന്ന തരത്തിലുള്ള ചർച്ചകളും ആ പാർട്ടിയിൽ നടക്കുന്നുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഈ ഫെബ്രുവരി ആദ്യ ആഴ്ചയിൽ തന്നെ ആദ്യഘട്ട പട്ടിക പുറത്തു വരും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതിൽ PC ജോർജിന്റെ പേരുണ്ടാകുമോ എന്നുള്ളതാണ് തീർച്ചയായും കാത്തിരുന്ന് തന്നെ കാണേണ്ടത്. എന്തായാലും ഈ PC ജോർജിന് അപ്പുറത്തേക്ക് പൂഞ്ഞാറിൽ ഒരു അതിശക്തനായ സ്ഥാനാർത്ഥി BJPക്ക് ഇല്ല എന്നുള്ളതും സത്യമാണ്. ഈ ഷോൺ ജോർജ് K സുരേന്ദ്രൻ ലോക്സഭയിൽ മത്സരിച്ചപ്പോൾ ഏതാണ്ട് 30,000 വോട്ട് അവിടെ പിടിച്ചിരുന്നു. അനിൽ ആന്റണി മത്സരിച്ചപ്പോൾ 26,000-ഓളം വോട്ട് പിടിച്ചിരുന്നു. ഒപ്പം തന്നെ BDJSന്റെ ഉല്ലാസ് ഏതാണ്ട് 19,000 വോട്ട് പിടിച്ചിരുന്നു. അങ്ങനെ ഇതൊക്കെയാണ് BJPയുടെയും BDJSന്റെ ഒക്കെ ഒരു സാധ്യത. BDJSന് കൂടി ശക്തിയുള്ള ചില കേന്ദ്രങ്ങൾ ആ മണ്ഡലത്തിൽ ഉണ്ട് എന്നുള്ളതാണ്. പക്ഷേ നേരിട്ടുള്ള ഒരു മുസ്ലിം വിരോധം കഴിഞ്ഞ തവണ ഉണ്ടായതാണ്. അത് പരസ്യമായുള്ള ഏറ്റുമുട്ടൽ, മുസ്ലിങ്ങളുടെ വോട്ട് വേണ്ട എന്ന തരത്തിൽ വ്യാഖ്യാനിക്കപ്പെട്ട ചില പ്രസംഗങ്ങളൊക്കെ PC ജോർജിന്റെ ഭാഗത്ത് നിന്നുണ്ടായത് വലിയ തിരിച്ചടിക്ക് കാരണമായിരുന്നു. എന്നിരുന്നാൽ പോലും തോൽവിയുടെ ആഘാതം ചെറുതാണ് എന്നാണ് BJP. ഇത്രയധികം എതിർപ്പുണ്ടായിട്ടും ഒരു 16,000-ഓളം വോട്ടിന് മാത്രമാണ് ജോർജ് തോറ്റത്. ഒരു 10,000 വോട്ട് കൂടി ജോർജിന് ഇപ്പോൾ കിട്ടിയതിൽ അധികമായി കിട്ടിയിരുന്ന ഒരുപക്ഷെ ജയിക്കാനുള്ള സാധ്യത ഉണ്ടായിരുന്നു എന്നും അവർ കരുതുന്നുണ്ട്. മാത്രമല്ല, ഇത്തവണ
കോൺഗ്രസിന് അല്ലെങ്കിൽ UDF-നും കുറച്ച് സാധ്യതയുള്ള മണ്ഡലമാണ്. SDPIയുടെ വോട്ട് ഒരുപക്ഷെ കഴിഞ്ഞ തവണ അവർ പരസ്യമായി LDF-ന് പ്രഖ്യാപിച്ചിരുന്നു, സെബാസ്റ്റ്യൻ കുളത്തിങ്കലിന് പ്രഖ്യാപിച്ചിരുന്നെങ്കിൽ ഇത്തവണ അത് UDF-നാണ് സംസ്ഥാനത്തൊട്ടാകെ ഏതാണ്ട് പ്രഖ്യാപിച്ച സാഹചര്യം പലയിടത്തും കണ്ടത്. അതും വന്നു കഴിഞ്ഞാൽ അവിടെ ആ വോട്ടിൽ ഒരു സ്പ്ലിറ്റ് ഉണ്ടായാൽ അതും ജോർജിന്റെ സാധ്യത കൂട്ടുന്നുവെന്ന് BJP കണക്ക് കൂട്ടുന്നുണ്ട്. എന്തായാലും ജോർജിലേക്ക് തന്നെ BJP എത്തുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സജിത്ത്, യെസ്, PC ജോർജിലേക്ക് തന്നെ എത്തുന്നു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇവിടെയാണ് പ്രസക്തമാവുന്നത് എന്തുകൊണ്ട് വീണ്ടും PC ജോർജ് എന്നത്. PC ജോർജ് എപ്പോഴും ഒരു തെരഞ്ഞെടുപ്പ് ആയുധമാണ്, സാധ്യതയാണ്. കാരണം PC ജോർജിൻ്റെ കഴിഞ്ഞകാല തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം അതാണ്. ചില ഘട്ടങ്ങളിൽ മുന്നണിയുടെ ഒപ്പമായി, ചില ഘട്ടങ്ങളിൽ തനിച്ചു നിന്ന്, ഇങ്ങനെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ തൻ്റേതായ ഒരു ഇടം PC ജോർജ് സൃഷ്ടിച്ചിട്ടുണ്ട്. എക്കാലവും വിവാദങ്ങളായിരുന്നു, മാധ്യമങ്ങളിലൊക്കെ നിറഞ്ഞു നിൽക്കുന്ന വ്യക്തി എന്നതായിരുന്നു PC ജോർജിൻ്റെ രാഷ്ട്രീയം. നമുക്ക് നോക്കാം PC ജോർജിൻ്റെ തെരഞ്ഞെടുപ്പ് പോരാട്ടം എങ്ങനെയായിരുന്നു, എന്തായിരുന്നു അതിൻ്റെ വഴി എന്ന കാര്യം കൂടി ഈ ഘട്ടത്തിൽ പ്രസക്തമാണ്. നോക്കാം നമുക്ക്. 1980-ലാണ് ആദ്യമായി നിയമസഭയിൽ PC ജോർജ് വരുന്നത്. 7 തവണ നിയമസഭയിലേക്ക് വിജയം. 1987-ൽ തോൽവിയാണ്. ജനതാദളിലെ NM ജോസഫിനോട് പരാജയപ്പെടുന്നു. 1996 മുതൽ 2016 വരെ തുടർച്ചയായി MLA ആയിരുന്നു. 2016-ൽ LDF-നെയും UDF-നെയും തോൽപ്പിച്ച് അട്ടിമറി വിജയമാണ് ഉണ്ടാവുന്നത്. 2021-ൽ വമ്പൻ പരാജയം നേരിടേണ്ടി വരുന്നു ഈ നേതാവിന്. കാരണം 2016-ൽ LDF-നെയും ഒപ്പം UDF-നെയും അട്ടിമറിച്ചുകൊണ്ട് നേടുന്ന വിജയം എന്നത് എല്ലാവരെയും അത്ഭുതപ്പെടുത്തിയതാണ്. കാരണം അത് സംസ്ഥാന രാഷ്ട്രീയത്തിൽ തന്നെ വലിയ ചർച്ചയായതാണ്. ഒടുവിൽ 2029-ൽ വമ്പൻ പരാജയമാണ് സംഭവിക്കുന്നത്. അദ്ദേഹം 2ാം സ്ഥാനത്തേക്ക് പോകുന്നു. കേരള കോൺഗ്രസ് വിജയിച്ചു. ഇതാണ് നിലവിലുള്ള രാഷ്ട്രീയ ചിത്രം. അദ്ദേഹത്തിൻ്റെ പരമ്പരാഗതമായ ശക്തി കേന്ദ്രങ്ങളിൽ വലിയ ചോർച്ച സംഭവിച്ചു എന്നതാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കണ്ടത്. പ്രത്യേകിച്ച് പൂഞ്ഞാർ നിയോജക മണ്ഡലത്തിലെ ഈരാറ്റുപേട്ട അടക്കമുള്ള മേഖലകളിൽ അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട വോട്ട് ബാങ്കുകളിൽ വലിയ ചോർച്ചയുണ്ടാകുന്നു. അതാണ് അവിടെ സംഭവിച്ചത്. PC ജോർജിൻ്റെ മറ്റൊരു പ്രത്യേകത നോക്കുമ്പോൾ LDF-നും UDF-ലും അദ്ദേഹം സ്ഥാനാർത്ഥിയായിരുന്നു. ഇതിനിടയിൽ സ്വതന്ത്രനായും നിയമസഭയിൽ വിജയിച്ച് കയറിയിട്ടുള്ളയാളാണ് PC ജോർജ് എന്ന പ്രത്യേകതയുമുണ്ട്. അപ്പോൾ PC ജോർജ് വീണ്ടും തെരഞ്ഞെടുപ്പിന് പോരിനൊരുങ്ങുന്നു എന്നാണ് സാഹചര്യം. ശ്രീജിത്ത് തുടരുന്നുണ്ട്. ശ്രീജിത്ത്, PC ജോർജ് വീണ്ടും തെരഞ്ഞെടുപ്പിന് ഒരുങ്ങുമ്പോൾ അത് പൂഞ്ഞാറിലെ ഒരു സാഹചര്യം നമുക്കറിയാം. അവിടെ പരമ്പരാഗതമായ ചില മേഖലകൾ, ഈരാറ്റുപേട്ട നഗരത്തിലുള്ള ചില മേഖലകൾ ജോർജിനെ കൈവിട്ടുപോയി. PC ജോർജിനെ തോൽപ്പിക്കാൻ കച്ചകെട്ടി ഒരു മുന്നണിയിലേക്ക് തന്നെ ജോർജിന് വിരുദ്ധമായി വോട്ടുകൾ പോകാൻ വേണ്ടിയുള്ള പ്ലാനിംഗ് ഒക്കെ അവിടെ ഉണ്ടായിരുന്നു. അത്തരമൊരു സാഹചര്യം അവിടെ നിലനിൽക്കുകയല്ലേ. പിന്നെ എങ്ങനെ PC ജോർജിനെ കളന്നിറയാനാവും? BJPയുടെ പരമ്പരാഗത വോട്ടുകൾ കൂടി ചെയ്യുമ്പോൾ ജോർജിന് ജയിച്ചു കയറാൻ കഴിയും. അങ്ങനെ ഒരു കണക്കെടുപ്പാണോ ഉള്ളത് അവിടെ? തീർച്ചയായും അങ്ങനെയാണ്. കഴിഞ്ഞ തവണ ഏതാണ്ട് ഒരു 3000-ൽ പരം വോട്ടുകളാണ് അവിടെ BDJS-ന്റെ സ്ഥാനാർത്ഥിക്ക് ലഭിച്ചത്. BJPയുടെ ഒരു പരിപൂർണമായ പിന്തുണയും സംഘടനാ പ്രവർത്തനം കൂടി ഉണ്ടായിക്കഴിഞ്ഞാൽ ജോർജിന് അവിടെ വിജയിക്കാമെന്നൊരു കണക്കുകൂട്ടലാണ് PC ജോർജിന്റെ ഒരു ആത്മവിശ്വാസമായിട്ടുള്ളത്. കഴിഞ്ഞ തവണ ഈ മുസ്ലിം ജനവിഭാഗത്തിന്റെ ഒരു എതിർപ്പുണ്ടായപ്പോൾ തന്നെ ജോർജ് പ്രതീക്ഷിച്ചിരുന്നത് അപ്പുറത്തൊരു കൺസോൾട്ടേഷൻ ഉണ്ടാകും എന്നുള്ളതാണ്. അതായത് ക്രൈസ്തവ മേഖലകൾ നിരവധി ഉണ്ട് ഈ പൂഞ്ഞാർ മണ്ഡലത്തിൽ തന്നെ. ഇപ്പോൾ അപ്പുറം എടുത്തു കഴിഞ്ഞാൽ മുണ്ടക്കയത്തിന്റെ പല ഭാഗങ്ങൾ, അല്ലെങ്കിൽ അങ്ങനെ ഓരോ പ്രദേശങ്ങളുണ്ട്. ഇപ്പോൾ എരുമേലി, ഇവിടെയെല്ലാം മുസ്ലിം വോട്ടുകൾ ഉള്ളതാണ്. പക്ഷേ എന്നിരുന്നാൽ തന്നെയും ഈ അപ്പുറത്തുള്ള മേഖലയിൽ നിന്നുള്ള വോട്ടുകൾ കൺസോൾഡേറ്റ് ചെയ്യും എന്നുള്ളതായിരുന്നു ജോർജിന്റെ കടുത്ത നിലപാടുകൾക്ക് പിന്നിൽ. പക്ഷെ അത് അന്ന് അങ്ങനെ ഉണ്ടായിരുന്നില്ല. എന്തായാലും ഇത്തവണ അതിന് ഒരു സംഘടനാ പ്രവർത്തനം കൂടി, കഴിഞ്ഞ തവണ ഒറ്റയ്ക്കാണ് മത്സരിച്ച്, അതിനു മുൻപ് സ്വതന്ത്രനായി ജയിച്ചിരുന്നു എങ്കിൽ പോലും കഴിഞ്ഞ തവണ ഒരുപാട് വെല്ലുവിളികൾ ജോർജ് നേരിട്ടിരുന്നു. ഇത്തവണ ഇടയ്ക്ക് അദ്ദേഹം കോട്ടയത്തൊക്കെ വാർത്താ സമ്മേളനം നടത്തുമ്പോൾ അദ്ദേഹം തുടർ നിലപാടെടുത്തത് മുസ്ലിങ്ങളെ ഒന്നാകെ താൻ പറഞ്ഞിട്ടില്ല, അത് ശരിയല്ല, അതിലെ ചില ആളുകളെ മാത്രമാണ് താൻ ചൂണ്ടിക്കാട്ടിയെന്ന് അടക്കമുള്ള നിലപാടുകളായിരുന്നു അദ്ദേഹം എടുത്തിരുന്നത്. അങ്ങനെ ഒരു മതേതര നിലപാട് ചൂണ്ടിക്കാട്ടാൻ ജോർജ് ശ്രമിച്ചിരുന്നു അടുത്ത കാലത്ത് എന്നുള്ളതാണ് നമുക്ക് എടുത്ത് കാണാൻ സാധിക്കുന്നത്. എന്നിരുന്നാൽ തന്നെയും ജോർജിന് കാര്യങ്ങൾ എളുപ്പമല്ല. പക്ഷേ അവിടെ ഒരു രാഷ്ട്രീയ സാഹചര്യം ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ചതാണ് ഇത്തവണ ഉയർന്നു വരുന്നത്. കഴിഞ്ഞ തവണ കേവലം ഈ ഏതാണ്ട് 60,000-അടുത്ത് വോട്ട് നേടി 1ാം സ്ഥാനത്തെത്തിയ സെബാസ്റ്റ്യൻ കുളത്തിങ്കൽ അവിടെ എത്തുമ്പോൾ 30,000-ൽ പരം വോട്ടുകൾ മാത്രമാണ് ടോമി കല്ലാനി എന്ന UDF സ്ഥാനാർത്ഥിക്ക് ജയിക്കാൻ കഴിഞ്ഞത്, പിടിക്കാൻ കഴിഞ്ഞത്. അതായത് ഒരു അതിശക്തമായ ത്രികോണ മത്സരം ഉണ്ടായിട്ടില്ല. ഇത്തവണ സംസ്ഥാനത്താകെ ഒരു UDF അനുകൂല സാഹചര്യം നിൽക്കുമ്പോൾ
ജോർജിന് കൂടുതൽ അനുകൂലമാകുമെന്ന് അവർ കണക്ക് കൂട്ടുകയാണ്. അതായത് കൂടുതൽ വോട്ടുകൾ UDF പിടിക്കുന്നത് ഒരുപക്ഷെ LDF-ലേക്ക് പോയ വോട്ടുകളായിരിക്കും. അത് നേരത്തെ പറഞ്ഞ പോലെ ഈ SDPIയുടെ വോട്ടുണ്ട്, അത്തരം വോട്ടുകളായിരിക്കാം പിടിക്കാൻ സാധ്യത. അങ്ങനെ പിടിച്ചാൽ സെബാസ്റ്റ്യൻ കുളത്തിങ്കൽ തന്നെയാകും ഇത്തവണ സ്ഥാനാർത്ഥി. പക്ഷെ ആ വോട്ട് താഴോട്ട് പോവുകയും ആ താഴോട്ട് പോകുന്ന ഒരു സാഹചര്യത്തിൽ ഒരല്പം വോട്ട് കൂടെ BJPയുടെ കഴിഞ്ഞ തവണ ലഭിക്കാത്ത വോട്ടുകൾ കൂടി ലഭിച്ചാൽ അത് വിജയം ഉറപ്പാക്കും എന്നവർ കരുതുന്നു. ഇപ്പൊ ഈരാറ്റുപേട്ട ബ്ലോക്ക് ഡിവിഷനിലും മറ്റും ഏതാണ്ട് 2 അംഗങ്ങളെ വിജയിപ്പിക്കാൻ BJPക്ക് കഴിഞ്ഞിട്ടുണ്ട്. പൂഞ്ഞാർ തെക്കേക്കര പഞ്ചായത്തിൽ BJPയാണ് ഭരണം. അതായത് ക്രൈസ്തവ വോട്ടുകൾ തങ്ങളിലേക്ക് എത്തുന്നില്ല എന്ന കണക്കുകൂട്ടൽ അവർ പല വിലയിരുത്തലുകളും വരുമ്പോൾ ഇത്തരം മേഖലകളിൽ പലയിടത്തും ആളുകളെ വിജയിപ്പിക്കാൻ, ഇപ്പൊ തീക്കോയിൽ ചരിത്രത്തിൽ ആദ്യമായി ഒരു അംഗത്തെ വിജയിപ്പിക്കാൻ കഴിഞ്ഞു. അങ്ങനെ BJPക്ക് ലഭിച്ചിരുന്ന വോട്ടുകൾക്ക് അപ്പുറത്തേക്കുള്ള വോട്ട് PC ജോർജിന്റെ ഒക്കെ ഇടപെടലോടുകൂടി ലഭിച്ചിട്ടുണ്ട് എന്നൊരു കണക്കുകൂട്ടൽ അവർ നടത്തുന്നുണ്ട്. ആ കണക്കുകളാണ് ജോർജിന്റെയും ഒരു ആത്മവിശ്വാസം. എന്തായാലും കഴിഞ്ഞ തവണത്തെ രാഷ്ട്രീയ സാഹചര്യമല്ല ഇത്തവണ ഉള്ളത്. അതിനു മുൻപ് ജോർജ് ജയിച്ചപ്പോൾ രാഷ്ട്രീയ സാഹചര്യവുമല്ല. അതുകൊണ്ട് തന്നെ പ്രവചനാതീതമായ ഒരു ത്രികോണ മത്സരം നടത്താൻ കഴിയുമെന്നതാണ് ജോർജിന്റെ ഒരു ആത്മവിശ്വാസം. പക്ഷേ ഇനിയും മാസങ്ങൾ, ദിവസങ്ങൾ, ആഴ്ചകൾ ബാക്കിയാണ്. അതുകൊണ്ട് തന്നെ ഉരുത്തിരിയുന്ന രാഷ്ട്രീയ സാഹചര്യം വളരെ പ്രധാനപ്പെട്ടതാണ്. എന്തായാലും ജോർജ് ഇറങ്ങുമ്പോൾ ഒരു കാര്യം ഉറപ്പാണ്, എത്രയോ തവണ അവിടെ MLA ആയിരുന്ന ആളാണ്, സുപരിചിതനാണ്, ആളുകൾക്ക് നേരിട്ട് പല കാര്യങ്ങളും ചെയ്തു കൊടുത്തിട്ടുള്ള ആളാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ കഴിഞ്ഞ തവണ എല്ലാ എതിർപ്പുകളും ഉണ്ടായിട്ടും 40,000-ൽ പരം വോട്ടുകൾ ജോർജിന് ലഭിച്ചത് എന്നതാണ് ജോർജിന്റെ ഒരു ആത്മവിശ്വാസം. അതിനൊപ്പം BJP വോട്ടുകൾ കൂടി ചേർന്നാൽ വിജയിക്കാം എന്ന് തന്നെ ജോർജ് കണക്ക് കൂട്ടുകയാണ്. അതാണ് സാഹചര്യം. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, PC ജോർജ് വീണ്ടും കളത്തിലിറങ്ങുമ്പോൾ ശ്രദ്ധേയമായ പോരാട്ടത്തിന് പൂഞ്ഞാറിൽ കളമൊരുക്കുകയാണ്. എല്ലാ അർത്ഥത്തിലുമുള്ള ത്രികോണ പോരാട്ടം തന്നെ. കാരണം PC ജോർജ് എന്തുകൊണ്ടും അവിടെ ഏത് ക്യാമ്പിലാണെങ്കിലും അദ്ദേഹം ആ മേഖലയിൽ വോട്ടുകളെ സ്വാധീനിക്കാൻ കഴിയുന്ന വ്യക്തി എന്നതാണ്. അപ്പോൾ ഒരു ഇടവേളയ്ക്ക് ശേഷം PC ജോർജ് മുഖ്യധാരയിൽ കളത്തിലിറങ്ങിയാണ്. കഴിഞ്ഞ തവണത്തെ തോൽവിക്ക് ശേഷം പിന്നീട് BJP പ്രവേശനത്തിന് ശേഷം അദ്ദേഹം അത്ര കണ്ട് മുഖ്യധാരയിൽ സജീവമായിരുന്നില്ല. ഒരു ഇടവേളകളൊക്കെ അതിനുണ്ടായിരുന്നു. പക്ഷേ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് PC ജോർജ് കൂടി കളം നിറയുമ്പോൾ ചിത്രം മാറുന്നു എന്ന പ്രത്യേകത കൂടിയുണ്ട്. അങ്ങനെ പൂഞ്ഞാറിൽ ശക്തമായ ത്രികോണ പോരിന് കളമൊരുങ്ങി. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.